Hi everyone, welcome back to our YouTube channel Let's Smile PSC. നമ്മുടെ 30 days ഇംഗ്ലീഷ് മാസ്റ്റർ ക്ലാസ്സിൻ്റെ 16th ഡേ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കളക്റ്റീവ് നൗൺസ് ആണ്. നമ്മൾ കളക്റ്റീവ് നൗൺസിന് ഇങ്ങനെ ജസ്റ്റ് പഠിച്ചു പോകുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കുറച്ചൊരു ട്രിക്ക് അല്ലെങ്കിൽ ചില ടിപ്സൊക്കെ തന്നുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നത്. സോ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് 1 മാർക്ക് കിട്ടും ഇതിൽ നിന്ന്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ PSC. നമ്മൾ ഇന്നത്തെ 30 ഡേയ്സ് ഇംഗ്ലീഷ് മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ PSC. നമ്മുടെ 30 ഡേയ്സ് ഇംഗ്ലീഷ് മാസ്റ്റർ ക്ലാസ്സിൻ്റെ 16th ഡേ ക്ലാസ് ആണെന്നുള്ളത്. ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ 1 മാർക്ക് നേടിത്തരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിൽ ചില കളക്റ്റീവ് നൗണുകൾ ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ചില ട്രിക്കുകളും ടിപ്പുകളും ഒക്കെ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ് അവസാനം വരെ കാണുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന മറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന കളക്റ്റീവ് നൗൺ പെയറാണ് എ പ്രൈഡ് ഓഫ് ലയൺസ് എന്നുള്ളത്. ഓക്കെ, എന്താണ് പ്രൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ രാജാവ്, ഭയങ്കര മജസ്റ്റിക് ആയിട്ടുള്ള റോയൽ ആയിട്ടുള്ള ഒരു രാജാവിനാണ് എന്തുണ്ടാവുക, ഭയങ്കര പ്രൈഡായിട്ടുണ്ടാവുക അല്ലേ. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക. ലയൺ എന്ന് പറയുന്നത് കാട്ടിലെ രാജാവാണല്ലോ. അപ്പം എ പ്രൈഡ് ഓഫ് ലയൺ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം, ആ രാജാവിൻ്റെ ആ ഒരു പ്രൈഡ് എന്നുള്ള രീതിയിൽ ലയണിനെ ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്തതാണ് എ പാക്ക് ഓഫ് വോൾഫ്. വോൾഫ് എന്ന് വെച്ചാൽ എന്താ, ചെന്നായ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഓർത്ത് വെക്കുക. കയ്യിലൊരു ക്യാരി ബാഗ് ഉണ്ട്. ആ ക്യാരി ബാഗിൽ എന്ത് ഫോട്ടോയാണുള്ളത്, ഒരു വോൾഫിൻ്റെ ഫോട്ടോയാണുള്ളത്. ഓക്കെ, അപ്പം നമ്മളതിനെ ഒരു പാക്ക് എന്നുള്ള രീതിയിൽ നമ്മളതിനെ കണക്കാക്കുക. അപ്പം എ പാക്ക് ഓഫ് വോൾഫ് എന്ന് നമുക്ക് പറയാം. അടുത്തതാണ് എ സ്കൂൾ ഓഫ് ഫിഷ് അല്ലേ. എന്താണ് സ്കൂൾ ഓഫ് ഫിഷ്? ഓക്കെ, അപ്പോൾ കുട്ടികളിങ്ങനെ ഒരു സ്കൂളിൽ ഇങ്ങനെ നിരനിരയായിട്ട് പോകുന്നത് പോലെയാണ് ഫിഷുകളുടെ ഒരു കൂട്ടം ഇങ്ങനെ പോകുന്നത് അല്ല. നമ്മൾ മറ്റ് ചാനലുകൾ, നാഷണൽ ജിയോഗ്രഫി പോലുള്ള ചാനലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുട്ടികൾ സ്കൂളിൽ ഇങ്ങനെ പോകുന്നത് പോലെയാണ് മീൻ കടലിലൂടെ ഇങ്ങനെ നീന്തി പോകുന്നത് കൂട്ടം കൂട്ടമായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് പറയാം, എ സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയാം. ഓക്കെ, അടുത്തതാണ് എ ഹേർഡ് ഓഫ് കാറ്റിൽ. ഓക്കെ, കാറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പശുക്കളുടെ ഒരു കൂട്ടം എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളെപ്പോഴും കേൾക്കുന്നത്, വീടിനടുത്തൊക്കെ ഈ പശുക്കളെ വളർത്തുന്ന വീടുകളുണ്ടെങ്കിൽ രാവിലെ നമ്മൾ കേൾക്കുന്നത്, ഹേർഡ് ചെയ്യുന്നത് എന്താണ്, പശുവിൻ്റെ കരച്ചിലാണ്. സോ എ ഹേർഡ് ഓഫ് കാറ്റിൽ എന്ന് നമുക്ക് ഓർത്തിരിക്കാം. അടുത്തത് എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ബേർഡ്സ് ഫ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്ലൈയിലും FL ഉണ്ട്, ഫ്ലോക്കിലും FL ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഓർത്തിരിക്കുന്നത്. നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്താണ് എ സ്വാം ഓഫ് ബീസ്. ഓക്കെ, ഈ സ്വാം എന്നുള്ളത് ബീസ് മാത്രമല്ല, എല്ലാ ഫ്ലൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വാം എന്ന് തന്നെയാണ് നമ്മൾ പറയുക. ഓക്കെ, അടുത്തതാണ് എ ഗാഗിൾ ഓഫ് ഗീസ് എന്നുള്ളത്. അത് ഗാഗിളും ഗീസും തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കുക. രണ്ടിലും G ആണുള്ളത്, ഏകദേശം ഒരുപോലെ എന്നുള്ള രീതിയിൽ പഠിച്ചു നോക്കാം. അടുത്തത് എ ട്രൂപ്പ് ഓഫ് മങ്കി. ഓക്കെ, ട്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പട്ടാള ട്രൂപ്പ് എന്നുള്ളത്, എല്ലാവരും ഇങ്ങനെ പട്ടാളം പോലെ ഒരേപോലെ പോകുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ മങ്കികളും എല്ലാവരും ഒരേപോലെ പോവുകയാണ്, ട്രൂപ്പ് ഒരേപോലെ പോവുകയാണെന്ന് ഓർത്ത് വെക്കുക. അടുത്തത് എ മർഡർ ഓഫ് ക്രോ. ഓക്കെ, എന്താണ് കാക്കകളുടെ കൂട്ടത്തെ നമ്മൾ മർഡർ എന്നാണ് പറയുക. ഓക്കെ, അതായത് കാക്കകൾ എന്നുള്ളത് നമ്മൾ ബ്ലാക്ക് കളർ ഓർക്കുക. ബ്ലാക്ക് കളറിൽ ഉണ്ടാകുന്ന നമ്മൾ മരണം ഒക്കെ നടന്നു കഴിഞ്ഞാലാണ് അല്ലേ. അപ്പോൾ മരണം, ഒരാൾ കൊലപാതകമൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് നമ്മൾ കുത്തുമല്ലോ, കൊടിയായിട്ട് ബ്ലാക്ക് കൊടിയെല്ലാം നമ്മൾ വെക്കില്ല. അപ്പോൾ അങ്ങനെ ബ്ലാക്ക് എന്നുള്ളതിനെ ക്രോ ആയിട്ട് കണക്ട് ചെയ്തിട്ട് മർഡറിനെ ബ്ലാക്കുമായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തതാണ് എ പാർലമെൻറ്റ് ഓഫ് ഓൾ. ഓക്കെ, ഞാൻ ഈ പറയുന്നത് ആ ഒരു സെൻസിൽ മാത്രം, നമുക്ക് പഠിക്കാൻ ഓർത്തിരിക്കാനുള്ള സെൻസിൽ മാത്രം എടുക്കുക. ഓക്കെ, അപ്പം മൂങ്ങകൾ എന്താ ചെയ്യുക, എപ്പോഴും ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇടയ്ക്കെല്ലാം വാർത്തകളിൽ കണ്ടിട്ടുണ്ട്, പാർലമെൻറ്റിൽ കുറേ ആളുകൾ ഉറക്കം തൂങ്ങിയിരിക്കുന്നതായിട്ടൊക്കെ ഉള്ളത്. ഓക്കെ, ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അത് പാർലമെൻറ്റ് ഓഫ് ഓൾ, ഉറക്കം തൂങ്ങുന്ന മൂങ്ങകൾ എന്താണ്, പാർലമെൻറ്റിലാണ് എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പം പാർലമെൻറ്റ് ഓഫ് ഓൾസ് എന്നാവും. അടുത്തത് എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. ഈ ഒരു സ്പെല്ലിങ്, ബൊക്കയുടെ സ്പെല്ലിംഗ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. BOUQUET, അതാണ് ബൊക്കെ. ഓക്കെ, ബൗക്വേറ്റ് എന്നാണ് നമ്മളതിൻ്റെ ആ കൃത്യമായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ വന്നു കഴിഞ്ഞു. പക്ഷേ അതാണ് ബൊക്കെ എന്നുള്ളത്. മേ ബി പരീക്ഷയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അത് എന്താണെന്ന് അറിയാതെ നമ്മൾ ചിലപ്പം
വേറെ ഏതെങ്കിലും ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ആൻസർ എഴുതാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. BOUQUET ആണ് ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. അതിപ്പോൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. നമ്മൾ ബൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ കുറേ ഫ്ലവേഴ്സ് എല്ലാം കൂട്ടിയിട്ട് നമുക്ക് കെട്ടിയിട്ട് നമുക്ക് തരുമ്പോഴാണ് നമ്മളതിനെ ബൊക്കെ എന്ന് പറയാം. ഓക്കെ, അടുത്താണ് എ ബഞ്ച് ഓഫ് ഗ്രേപ്സ് അല്ലേ. നമ്മൾ കടയിൽ പോയിട്ട് പറയും ഒരു ബഞ്ച് മതി എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു കൊല, അതിനെ നമ്മൾ ബഞ്ച് എന്നുള്ള രീതിയിൽ, അത് പ്രത്യേകിച്ച് ഇതായിട്ടൊന്നും വേണ്ട. അടുത്തത് എ ലിറ്റർ ഓഫ് പപ്പീസ്. ഓക്കെ, പപ്പീസ് എന്താ പട്ടിക്കുഞ്ഞ്. ഓക്കെ അല്ലേ, പട്ടിക്കുഞ്ഞിനെ നമ്മൾ പപ്പീസ് എന്ന് പറയാം. അപ്പോൾ അതിനെന്താ പറയുക, ലിറ്റർ എന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ചൊരു ഇതെനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് എന്തെങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി കണക്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പഠിക്കാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമാവും. ഓക്കെ, അപ്പം എ ലിറ്റർ ഓഫ് പപ്പീസ്, എ ടീം ഓഫ് പ്ലെയേഴ്സ് അല്ലേ. അതിപ്പോൾ നമ്മൾ ക്രിക്കറ്റ് ടീം എന്നാണ് പറയുന്നത്, ഫുട്ബോൾ ടീം എന്നാണ് പറയുന്നത്, അവരൊക്കെ പ്ലെയേഴ്സാണ് അല്ലേ. അപ്പോൾ നമ്മൾ ടീം ഓഫ് പ്ലെയേഴ്സ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് എ ക്രൂ ഓഫ് സെയിലേഴ്സ്. ഓക്കെ, എന്താണ് സെയിലേഴ്സ് എന്ന് വെച്ചാൽ എന്താ, നാവികർ എന്നുള്ളതാണ്. ക്രൂ എന്ന് വെക്കുന്നത് നമ്മളതിനെ കണക്ട് ചെയ്യാനുള്ള പ്രത്യേകിച്ച് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻ എന്നുള്ളതാണ്. നമ്മൾ സാധാരണ മ്യൂസിക് ബാൻഡ് എന്നാണ് പറയാറ് അല്ലേ. അപ്പോൾ ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻ എന്നുള്ളത് ഓർത്തിരിക്കുക. എ ക്വയർ ഓഫ് സിംഗേഴ്സ്, ചൊയർ എന്നുള്ളതാണ്, പക്ഷെ അത് ക്വയർ എന്നാണ് വായിക്കുക. നമ്മൾ പള്ളിയിലൊക്കെ ക്വയറിന് പോയി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഈ ക്വയർ എന്നുള്ളത് കൂടെ പാടുന്ന ആളുകളെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒന്നിച്ച് കൂട്ടമായിട്ട് പാടുമ്പോഴാണ് നമ്മളതിനെ ക്വയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഓർത്തിരിക്കുക, ക്വയർ ഓഫ് സിംഗേഴ്സ്. അതുപോലെ തന്നെ എ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ ക്ലാസ് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ വരുന്നു. അടുത്തതാണ് ക്രൗഡ് ഓഫ് പീപ്പിൾ അല്ലേ. ആളുകളുടെ ഒരു കൂട്ടത്തെ നമ്മൾ ക്രൗഡ് എന്നാണ് വിളിക്കുന്നത്. അത്രയും നമുക്ക് തീർച്ചയായിട്ടും അറിയുന്ന കാര്യമായിരിക്കും. ഇതിലുള്ളത് വളരെ കുറച്ച് മാത്രമാണ്. അതിൽ പാർലമെൻറ്റ് മാത്രമാണ് ഓർത്തിരിക്കാനുള്ളത്. പിന്നെ ലിറ്റർ ഓഫ് പപ്പീസ് എന്നുള്ളതും, അതുപോലെ തന്നെ ക്രൂ ഓഫ് സെയിലേഴ്സ്, അതുപോലെ തന്നെ ക്വയർ ഓഫ് സിംഗർ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ കുറച്ച് നമുക്ക് ടഫായിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ അതിന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനമാണ് ഫ്ലീറ്റ്. ഓക്കെ, അതായത് കപ്പലുകളുടെ ഒരു നിരേനെയാണ് നമ്മൾ ഫ്ലീറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നോക്കണം, നമ്മളെ കപ്പലിനെ കാണുമ്പോൾ നമ്മുടെ ഫീറ്റ് പോലെ ഉണ്ടാവുമെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, കപ്പലൊരു ഫ്ലീറ്റ് പോലെ. ഓക്കെ, നമ്മുടെ ഈ പണ്ടത്തെ രാജാക്കന്മാരുടെ ചെരുപ്പ് കണ്ടിട്ടില്ലേ. ഓക്കെ, അപ്പോൾ അത് ആ ചെരുപ്പ് ഇടുന്ന കാല് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പോൾ ആ ഒരു ചെരുപ്പ് പോലെ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മളതിനെ ഫീറ്റ് എന്ന് മാറ്റുക. അപ്പം ഷീപ്പ് നമ്മൾ ഫീറ്റാക്കുക, ഫീറ്റിനെ നമുക്ക് ഫ്ലീറ്റാക്കി ഓർത്ത് വെക്കാം. ഇതൊക്കെ എനിക്ക് വർക്കായ കോഡുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ മറ്റു കോഡുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാവുന്നതാണ്. ഓക്കെ, അടുത്തത് എ സ്ട്രിങ് ഓഫ് പേൾസ്. ഓക്കെ, അപ്പോൾ എന്താണ് പേൾ, എന്താണ് മുത്തല്ലേ, മുത്തുമാല ഓർത്ത് വെക്കുക. ഓക്കെ, മുത്തുമാല നമ്മൾ ഇതിലാണ് കോർക്കുക, സ്ട്രിങ്ങിലാണ് കോർക്കുക. അപ്പോൾ അതിനെ നമുക്ക് സ്ട്രിങ് ഓഫ് പേൾ എന്ന് വിളിക്കാം. ഓക്കെ, എ ക്ലംബ് ഓഫ് ട്രീ. ഓക്കെ, എ ക്ലംബ് ഓഫ് ട്രീസ് എന്നുള്ളത്. ഓക്കെ, എ ക്ലംബ് ഓഫ് ട്രീസ് എന്നെങ്ങനെ നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും. ഓക്കെ, കമ്പ് എന്ന് ഓർത്ത് വെക്കുക അല്ലേ. ട്രീക്കല്ലേ കമ്പ് ഉണ്ടാവുക, ട്രീയിലല്ലേ കമ്പ് ഉണ്ടാവുക, ബ്രാഞ്ചസ് അല്ലേ, കമ്പ്. അപ്പം ട്രീസ് എന്നുള്ളതിനെ കമ്പുമായിട്ട് ലിങ്ക് ചെയ്തതിന് നമ്മളിത് ക്ലംബ് എന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് അത് കിട്ടും. ഓക്കെ, കമ്പ് ഓഫ് ട്രീസ് അല്ലേ, ട്രീയുടെ കമ്പ് എന്നുള്ളത് നമ്മൾ ക്ലംബ് എന്ന് നമുക്ക് ഓർത്ത് വെക്കാം. അടുത്ത് റേഞ്ച് ഓഫ് മൗണ്ടെയിൻ, നമ്മൾ മൗണ്ടെയിൻ റേഞ്ചസ് എന്ന് പറയാറുണ്ട്, അതുകൊണ്ട് അത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. മൗണ്ടെയിൻ റേഞ്ചസ് എന്ന് നമ്മൾ പറയാറുണ്ട്, അതുകൊണ്ട് റേഞ്ച് ഓഫ് മൗണ്ടെയിൻസ് എന്ന് നമുക്ക് പറയാം. എ ബെവി ഓഫ് ഗേൾസ്. ഓക്കെ, അത് നമുക്ക് BV എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്ത് വെക്കാം. ഗേൾസിൻ്റെ BV എന്നുള്ള രീതിയിൽ നമ്മൾ BV എന്ന് പറയാറില്ലേ. BV നമ്മൾ ഗേൾ, ആ പെണ്ണുങ്ങളെയല്ലേ നമ്മൾ BV എന്ന് പറയാം അല്ലേ. മുസ്ലിം മതത്തിൽ അങ്ങനെ BV എന്ന് പറയാറില്ലേ. ഈവൻ ഹിന്ദിയിൽ പല ആളുകളും ഞാൻ BV എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ BV ഓഫ് ഗേൾസ് എന്നുള്ളത് ബെവി ഓഫ് ഗേൾ എന്നുള്ളത് കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മളിവിടെ ഷോൾ ഓഫ് ഫിഷ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി സ്കൂൾ ഓഫ് ഫിഷ് പഠിച്ചു, അതുമായിട്ട് ഏകദേശം കണക്ട് ആണല്ലോ ഷോൾ. അപ്പോൾ അതും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്താണ് എ ബാച്ച് ഓഫ് കുക്കീസ്. എന്താണ് ബാച്ച് എന്ന് വെച്ചാൽ അല്ലേ, നമ്മളിത് പുതിയ ബാച്ച് ഉണ്ട് എന്നൊക്കെ പറയാറില്ല, ഓരോ ക്ലാസ്സുകൾക്കൊക്കെ ബാച്ച് എന്ന് പറയില്ല. അപ്പം അങ്ങനെ ബാച്ച് ഓഫ് കുക്കീസ്, അതായത് കുട്ടികൾ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിന് പോകുന്ന കുട്ടികൾക്ക് കുക്കീസ്, ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ബാച്ച് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഈവൻ കുക്കീസ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്തും ബാച്ച് എന്ന് പറഞ്ഞാണ് നമ്മൾ വാങ്ങിക്കാറ്. നമ്മൾ KG പറയുമ്പോഴും ബാച്ച് ഓഫ് കുക്കീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വാങ്ങിക്കുക. ഓക്കെ, അടുത്തത് എ ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ്. ഓക്കെ, ഡാൻസേഴ്സിൻ്റെ ട്രൂപ്പ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അടുത്തതാണ് ഗ്യാങ്സ് ഓഫ് തീവ്സ്. ഓക്കെ, കള്ളന്മാരുടെ ഗ്യാങ്, അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. കള്ളന്മാരുടെ ഗ്യാങ് എന്നുള്ളത് അല്ലെങ്കിൽ കൊള്ളക്കാരുടെ ഗ്യാങ് എന്നുള്ളതൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അടുത്തത്
എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്. ഒക്കെ എന്താണ് സ്റ്റെയേഴ്സ്, നമ്മുടെ സ്റ്റെപ്പുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, നമ്മൾ വിമാനത്തിൽ കയറിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ സിനിമയിലൊക്കെ വിമാനത്തിൽ ആളുകൾ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ വിമാനം വന്ന് നിൽക്കുമ്പോൾ ഒരു സ്റ്റെയർ അതിലേക്ക് വന്ന് നിൽക്കുക, അതിലൂടെയാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. അപ്പം ആ സ്റ്റെയറും ഫ്ലൈറ്റും ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പം ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്. ഓക്കെ, ഇതിനേക്കാളും എളുപ്പത്തിലുള്ള കോഡുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിലല്ലാതെ ഉള്ള എക്സ്ട്രാ ആയിട്ടുള്ള കളക്റ്റീവ് നൗൺസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാക്സിമം PYQയിൽ വന്നിട്ടുള്ള കളക്റ്റീവ് നൗൺസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും അറിയുന്ന കോഡുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിൽ ഉൾപ്പെടുത്തുക. കാരണം അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും അതൊരു ഓർമ്മയാവും, അതുപോലെ തന്നെ അത് കാണുന്ന വേറൊരാൾക്ക് പെട്ടെന്നത് മനസ്സിലാക്കി വെക്കാനും സാധിക്കും. അടുത്തതാണ് എ പാക്ക് ഓഫ് കാർഡ്സ്. ഓക്കെ, അത് നമ്മൾ ഇപ്പം ചീട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കാർഡ്സിൻ്റെ പാക്ക് എന്നാണ് പറയുക. ഒരു പാക്കറ്റ് തരുമോ, ഒരു പാക്കറ്റ് കാർഡ് തരുമോ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ അതുപോലെ പാക്ക് ഓഫ് കാർഡ് എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ എ സെറ്റ് ഓഫ് ടൂൾസ് എന്നുള്ളത് നമ്മൾ ടൂൾ സെറ്റ് എന്ന് പറയാറുണ്ട് അല്ലേ. നമ്മൾ സാധാരണയായിട്ട് ഒരു ടൂൾ സെറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഈ സ്ക്രൂ ഡ്രൈവറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള സ്പാനറൊക്കെ ഉള്ളൊരു സാധനം നമ്മൾ സെറ്റായിട്ട് നമ്മൾ വാങ്ങിക്കണം. അപ്പം നമ്മൾ അതിനെ പറയുന്നത് തന്നെ ടൂൾസ് സെറ്റ് എന്നാണ്. അപ്പം സെറ്റ് ഓഫ് ടൂൾസ് എന്ന് അത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. അടുത്തത് എ ഹൈവ് ഓഫ് ബീസ്. നമ്മൾ നേരത്തെ സ്വാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഹൈവ് എന്ന് പറയുന്നത്. ഈവൻ നമ്മൾ തേനീച്ച കൂടിനെയും നമ്മൾ ഹൈവ് എന്ന് തന്നെയാണ് പറയാറ്. ഓക്കെ, അടുത്തത് എ ഗാലക്സി ഓഫ് സ്റ്റാർസ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഗാലക്സി ഓഫ് സ്റ്റാർസ് എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ, സ്റ്റാർ എന്ന് പറയുന്നത് ഗാലക്സിയിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അല്ലേ നമ്മളങ്ങനെ ആ ഒരു രീതിയിലല്ലേ നമ്മൾ കണക്ട് ചെയ്യുക. ആകാശത്തുള്ളത് നമ്മൾ മുകളിലേക്കുള്ള സംഭവങ്ങൾ നമ്മളെ എർത്തിനെ മൊത്തമായിട്ട് നമ്മൾ മിൽക്കി വേ ഗാലക്സി എന്നൊക്കെ പറയും. അപ്പോൾ അവിടെയുള്ള ഓരോ സ്റ്റാറാണ്. ഈവൻ നമ്മുടെ സൺ പോലും ആ ഒരു ഗാലക്സിയിലുള്ള സ്റ്റാറാണ്. അപ്പം സ്റ്റാർസ് എവിടെ ഉണ്ടാവുക, ഗാലക്സിയിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ രീതിയിൽ ഓർത്ത് വെച്ചതിന് ശേഷം ഗാലക്സി ഓഫ് സ്റ്റാർസ് ആക്ക്. എ ഹീപ്പ് ഓഫ് ക്ലോത്ത്. എന്താണ് ഹീപ്പ് എന്ന് വെച്ചാൽ കൂന എന്നാണ് അർത്ഥം. ഹീപ്പിൻ്റെ അർത്ഥം കൂന എന്നാണ് അല്ലേ. നമ്മൾ തുണിയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കഴിയുമ്പോൾ കൂന കൂട്ടിയിടുക എന്ന് പറയില്ലേ. അപ്പോൾ ഹീപ്പ് എന്നുള്ളതിൻ്റെ അർത്ഥം ഓർത്ത് വെക്കുക, കൂന എന്നുള്ളത്. അപ്പോൾ ക്ലോത്തിനെ നമുക്ക് എന്തിലേക്ക് കണക്ട് ചെയ്യാം, കൂനയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഹീപ്പ് ഓഫ് ക്ലോത്ത്സ് എന്ന് ആവും. ഓക്കെ, അതുപോലെ തന്നെ ഡക്ക് ഓഫ് കാർഡ്സ്. ഓക്കെ, നമ്മൾ ഒന്ന് പാക്കാണ്, മറ്റേത് ഡക്കാണ്. ഇത് രണ്ടും CK ആ ഒരു ഡക്ക് പാക്ക് ഏകദേശം ഒരേ പ്രൊണൗൺസിയേഷനിൽ വരുന്ന സാധനമാണ്, അല്ലെങ്കിൽ ഒരേ രീതിയിൽ അവസാനിക്കുന്ന റൈമിംഗ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഡക്ക് ആൻഡ് പാക്ക് ഒരു റൈമിംഗ് ആയിട്ടുള്ള സാധനമാണ്. അത് രണ്ടും കാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്ത് വെക്കുക. എ ഫോറസ്റ്റ് ഓഫ് ട്രീസ്. അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ സാധാരണ പറയാറുണ്ടാണ്. അടുത്തത് ലൈബ്രറി ഓഫ് ബുക്സ്. ഓക്കെ, ബുക്ക് ഉള്ളത് ലൈബ്രറിയിലാണ്. അപ്പോൾ ലൈബ്രറി ഓഫ് ബുക്സ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ എ ബൊക്കെ ഓഫ് റോസസ്, അത് നമുക്ക് പറയാം. അത് നമ്മൾ നേരത്തെ ഫ്ലവറിൻ്റെ പറഞ്ഞല്ലോ, റോസ് അത് ഫ്ലവർ ആണല്ലോ. അടുത്തതാണ് എ കെന്നൽ ഓഫ് ഡോഗ്സ്. ഓക്കെ, കെന്നൽ എന്നുള്ളത് നമുക്കൊരു കേണൽ എന്നുള്ളതാക്കാം. ഒക്കെ കുറേ സിനിമകളിൽ കണ്ടിട്ടില്ല, കേണലും ഒരു ഡോഗും ഉള്ള സിനിമകൾ, പണ്ടത്തെ സിനിമകളാണ്. ഞാൻ ആളുകളെ കളിയാക്കുന്നതല്ല, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പം കെന്നൽ എന്നുള്ളത് നമ്മൾ കേണൽ എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കേണലിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഒരു പട്ടി ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും ഈ ഒരു ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഓൾറെഡി എന്തെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും കമൻറ്റൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പഠിച്ച കോഡുകളും ട്രിക്കുകളും ഒക്കെ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലെ കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള PSC റിലേറ്റഡ് വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട്. അതുപോലെ തന്നെ നമ്മൾ SCERT ന്യൂ സിലബസിലെ ന്യൂ ബുക്ക് ടെക്സ്റ്റിൻ്റെ പാറ്റേണിൽ നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടത് മാത്രം പഠിക്കാനുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതും അടുത്തായിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതും തീർച്ചയായിട്ടും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.